ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്തായി വെറും 3 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേരള ട്രഡീഷണൽ മോഡലിലുള്ള ഒരു മനോഹരമായ ഒരു വീടാണ്. 12,800 സെന്റ് സ്ഥലത്ത് 2,400 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള, താഴെ 2 ബെഡ്റൂമുകളും ഹാളും കിച്ചണും അതുപോലെ തന്നെ മുകളിലും പണി കഴിപ്പിച്ചിട്ടുള്ള 2 ബിൽഡിംഗ് നമ്പറുകളുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് ഇത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വളരെ അടുത്തായി വെറും 3 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഈ വീടിന് വളരെ മനോഹരമായി പെയിന്റിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു ചുറ്റുമതിലാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്തായി 2 ഫോൾഡിംഗ് ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊരു വലിയൊരു വാഹനത്തിനും കയറി വരാവുന്ന വിശാലമായ ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുറ്റത്ത് ബേബി മെറ്റിൽ വിരിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇരിക്കുന്നതിനായി ചാര് ബെഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ കൂളായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു പാർക്കിന്റെ പ്രതീതിയാണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മുറ്റത്ത് 3-4 മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം തണൽ തരുന്ന വൃക്ഷങ്ങളാണിവ. വളരെ മനോഹരമായിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി ധാരാളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. 2, 3, 4 വാഹനങ്ങൾക്ക് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ വലിയൊരു കവേർഡ് കാർ പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം. ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ധാരാളം വെള്ളമുള്ള ഒരു കിണറാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീട് വാസ്തുശാസ്ത്ര പ്രകാരമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കേരള ട്രഡീഷണൽ രീതിയിലുള്ള ആ മോഡലിൽ തന്നെയാണ് ഈ കിണർ നിർമ്മിച്ചിട്ടുള്ളത്. കേരള മോഡലിലുള്ള ഒരു വീടായതിനാൽ ഇതിന്റെ മുൻഭാഗത്ത് നല്ലൊരു വരാന്ത കൊടുത്ത്, തൂണുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി ടൈലുകൾ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ വശങ്ങളിലായി ചാര് ബെഞ്ചുകൾ കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ിന്റെ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായി കൊത്തുപണികളെല്ലാം ചെയ്ത് മണിച്ചിത്രത്താഴിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 2 പാളികളുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഈ ഭാഗത്തായിട്ടാണ് ഒരു ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഷെൽഫെല്ലാം കൊടുത്ത്, ഇവിടെ TV യൂണിറ്റ് കൊടുത്ത് വളരെ മനോഹരമായി വച്ചിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് വന്നാൽ ഇവിടെയാണ് ഒരു ഫാമിലി ലിവിംഗ് ഏരിയ കിട്ടുന്നത്. ഈ ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെയായി ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഒരു പർഗോള കൊടുത്ത് സൺലൈറ്റ് നേരെ വീടിനകത്തേക്ക് വരാവുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് ഇതിൽ അക്വേറിയം ആയിരുന്നു വച്ചിരുന്നത്. അതിമനോഹരമായിട്ടാണ് ഈ ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്.
അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് ഏരിയ ആയി എടുക്കാവുന്നതാണ്. ഇവിടെയായി വളരെ ഭംഗിയുള്ള ഒരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി വലിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്ത് ഇവിടെയായി വാർഡ്രോബുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇവിടെയായി രണ്ടാമതൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നു. ഇവിടെയും വാർഡ്രോബുകളെല്ലാം കൊടുത്ത് മനോഹരമായി വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഈ വീടിന്റെ കിച്ചൺ ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അടിയിലായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിലും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ധാരാളമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ക്രോക്കറി ഷെൽഫുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചന്റെ ഈ ഭാഗത്തായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ ഈ ഭാഗത്തായി ഒരു പർഗോള കൊടുത്ത് സൺലൈറ്റ് നേരെ കിച്ചണിലേക്ക് വരാവുന്ന രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഭംഗിയായ ഒരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായി ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കിന്റെ സ്ഥാനം. കിച്ചന്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വെളിയിലേക്ക് വരുന്നതിന് ഒരു വരാന്ത ഈ ഭാഗത്തായി കിട്ടുന്നുണ്ട്. ഇവിടെ വളരെ വിശാലമായ ഒരു ഏരിയ, ഒരു വരാന്ത ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനും മറ്റ് അലക്കുകല്ലിലേക്കും വെളിയിലേക്ക് വരുന്നതിനും വളരെ സൗകര്യപ്രദമായ ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വെളിയിലായി ഒരു കേരള ട്രഡീഷണൽ മോഡലിലുള്ള ഒരു സർവൻറ്റ് ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ താഴ്ച നിലയിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കിച്ചണും അതിനോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ഏരിയയും ഒരു ഫാമിലി ലിവിങ് ഏരിയയും കോർട്ട്യാർഡും ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ലിവിങ് ഏരിയ. ഇത്രയുമാണ് താഴ്ച നിലയിൽ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ താഴ്ച നിലയിൽ ഒരു പൂജാമുറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് ഇതിന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. നല്ല വീതിയുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ മനോഹരമായ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഫ്രണ്ട് ഏരിയയാണ് മുകളിലേക്ക് വന്നാൽ ഇതിൻ്റെ മുൻഭാഗത്തായി കിട്ടുന്നത്. മുകളിലത്തെ റൂമുകളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴ്ചയിൽ കുറച്ച് വ്യത്യാസമായിട്ടാണ്. ഇത് ഒരു വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഉള്ളിൽ നിന്ന് ഇതിലേക്ക് സ്റ്റെയർ കേസ് ഇല്ല. കൂടാതെ പ്രത്യേകം മീറ്റർ കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് നമ്പർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു രണ്ടാമതൊരു ബെഡ്റൂം കിട്ടുന്നു. വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് വെളിയിലേക്ക് വരുന്നതിന് ഒരു പ്രത്യേകമായി ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാരി ബെഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി നമുക്ക് ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് കിച്ചൺ സ്ലാബ് എല്ലാം കൊടുത്ത്, സിങ്ക് എല്ലാം കൊടുത്ത്, ഷെൽഫുകൾ കൊടുത്ത്
വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നു. മുകളിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നതിന് പ്രത്യേകം സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്ന് 3 കിലോമീറ്ററും അതുപോലെ തന്നെ കാലടിയിലേക്ക് 3 കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 12.25 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിൽ 2 താഴെയും 2 മുകളിലുമായി 2 ബിൽഡിംഗ് നമ്പർ ഇട്ടിട്ടുള്ള അതിമനോഹരമായി കേരള ട്രഡീഷണൽ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വളരെ ശാന്തമായതും അതുപോലെ തന്നെ സിറ്റിയുടേതായ യാതൊരു തിരക്കുമില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് വിൽപ്പനയ്ക്കായി പണിതിട്ടുള്ള ഒരു വീടല്ല. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടികയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇഷ്ടികയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ മനോഹരമായ വീടിന് മെയിൻ്റനൻസ് വർക്കുകൾ വളരെ കുറവായിരിക്കും. 12 സെന്റും 800 ലിങ്സിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2400 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സുന്ദര മനോഹരമായ ഈ ഭവനം നിർമ്മിച്ചിട്ട് ഏകദേശം 16 വർഷമാണ് ആയിട്ടുള്ളത്. 16 വർഷം പഴക്കമുണ്ടെങ്കിലും ഈ വീടിൻ്റെതായ പുതുമ ഒന്നുമേ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വളരെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 12 സെന്റും 800 ലിങ്സുമായിട്ടുള്ള സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി കേരള ട്രഡീഷൻ മോഡൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ സുന്ദര മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.